തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സാന്നിധ്യം അറിയിക്കണമെന്നും എന്നാൽ UDFന് പോറലേൽപ്പിക്കുന്ന ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല എന്നുമുള്ള വ്യക്തമായ നിർദ്ദേശത്തോടെ PV അൻവറിൻ്റെ സർക്കുലർ പുറത്തിറങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ UDF എന്നോ കോൺഗ്രസ് എന്നോ കേട്ടാൽ പോലും കലി തുള്ളിയിരുന്ന PV അൻവർ ഇത്തവണ വളരെ സ്നേഹത്തോടെയാണ് UDFനെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് UDFനെ പ്രകോപിപ്പിക്കാതെ PV അൻവറിൻ്റെ കരുതലാണ് കാണാൻ കഴിയുന്നത്. അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വ്യവസ്ഥകൾ വെച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നു. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് ഭീഷണിയാകും വിധം തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരാളും മത്സരിക്കരുത് എന്ന് നിർദ്ദേശിച്ചുകൊണ്ടാണ് പാർട്ടി പുതിയ സർക്കുലർ പുറത്തിറക്കിയത്. കീഴ്ഘടകങ്ങൾക്ക് പാർട്ടി കൺവീനറാണ് സർക്കുലർ അയച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിലും പൂർണ്ണമായി UDFന് പിന്തുണ, അതായത് നിരൂപാധിക പിന്തുണ എന്ന വ്യക്തമായ സൂചനയാണ് PV അൻവറും പാർട്ടിയും നൽകിയിരിക്കുന്നത്. ഒറ്റയ്ക്ക് നിൽക്കും, ഒറ്റയ്ക്ക് ശക്തി തെളിയിക്കും എന്നൊക്കെയുള്ള എല്ലാ വീരവാദങ്ങളും മാറ്റി പൂർണ്ണമായും UDFന് പിന്തുണ നൽകുന്നതാണ് PV അൻവറിൻ്റെ സർക്കുലർ എന്ന് പറയുന്നത്. UDFന് നിരുപാധിക പിന്തുണ നൽകണമെന്നും പ്രാദേശികമായി UDFുമായി സഖ്യമുണ്ടാക്കി മാത്രം മത്സരമെന്നാണ് സർക്കുലറിൽ പറയുന്നത്. അതായത് PV അൻവറിൻ്റെ നിയമസഭാ സീറ്റ് ഉറപ്പിക്കാനുള്ളൊരു നീക്കമെന്നാണ് പൊതുവെ ഇതിനെ വിലയിരുത്തുന്നത്. അൻവറിനെ നിയമസഭാ സീറ്റിൽ മാത്രമാണ് കണ്ണുവച്ചിട്ടുള്ളത്. മലപ്പുറം, കോഴിക്കോട് ജില്ലയിൽ എവിടെയെങ്കിലും സീറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള അൻവറിന് അവിടെയെല്ലാം കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ സീറ്റുകളാണ് മത്സരിക്കാനായി ലഭിക്കേണ്ടത്. സീറ്റുകൾ മാത്രം പോരാ, വോട്ടുകളും അവരുടേത് തന്നെയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും ദേഷ്യപ്പെടുത്തി ഒരു രാഷ്ട്രീയം സാധിക്കില്ല എന്നുറപ്പായതോടെയാണ് പണ്ട് അൻവറിൻ്റെ കൂടപ്പിറപ്പായ പിടിവാശി പൂർണ്ണമായും ഉപേക്ഷിച്ച് സർക്കുലർ ഇറക്കിയത്. എന്നാൽ മലപ്പുറം ജില്ലയിലെ വഴിക്കടവ് ഉൾപ്പെടെയുള്ള ചിലയിടങ്ങളിൽ തൃണമൂൽ കോൺഗ്രസ് ഇതിനകം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെ ഒരു പിന്തുണ എന്നുള്ള നിലയിൽ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ എങ്ങനെ പിൻവലിക്കുമെന്ന ഒരാശങ്കയിലാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഉള്ളത്. ഏതായാലും UDFനെ വേദനിപ്പിക്കാതെ ഇടതുപക്ഷത്തെ തുറന്നു കാട്ടാനും ഉപതെരഞ്ഞെടുപ്പിലൊക്കെ പറ്റിയ പാളിച്ചകൾ ഇനി ഇല്ലാതിരിക്കാനും പരമാവധി ശ്രദ്ധിക്കുകയാണ് PV അൻവർ. ഏതായാലും ശക്തനായ പിണറായി വിരുദ്ധൻ എന്നുള്ള നിലയിൽ PV അൻവറിൻ്റെ പിന്തുണ UDFന് ഗുണം തന്നെയാണ്.